കാഴ്ചകൾ എന്ന പേരിൽ സർവാംബിയാക്കന്മാരുടെയും മൗലിയാക്കന്മാരുടെയും പേരിൽ വിവിധ രാജ്യങ്ങളിൽ ഇവർ ജാറമുണ്ടെന്ന് ചിത്രം കാണിക്കുന്നുണ്ട്. ആ ചിത്രങ്ങളൊന്നും തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല, എൻ്റെ ശ്രോതാക്കൾ ഓർക്കുന്നുണ്ടാകും, നാദാപുരത്തെ ഈ പരിപാടി തുടങ്ങിയപ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ഖണ്ഡനങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ആ കാണാ കാഴ്ചകൾ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചിരുന്നു. അതിലെ ഒരു ജാറമത പെട്ടെന്ന് ഔട്ടായി പോയി. മറ്റൊരു ലക്കം വന്നു നോക്കുമ്പോ അതേ പേജിൽ ആചാരം കാണുന്നില്ല. ഇതിന്റെ പുറം ചട്ടയിൽ തന്നെ നിങ്ങൾക്ക് കാണാം ജാറ പെരുമയിലെ ജൂത സഖാഫി ഐക്യം, ജൂതന്മാരും സഖാഫികളും കൈകോർത്തുകൊണ്ട് ഇതാ അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാരുടെ പേരിൽ കള്ളജാറങ്ങളുടെ ഫോട്ടോ ഉണ്ടാക്കിയിട്ട് നടക്കുകയാണ്. ആ കള്ളത്തരങ്ങൾ ഇതാ തൊണ്ടി സഹിതം പിടികൂടിയിരിക്കുന്നു. മുസ്ലിമീങ്ങളെ, ഇതാ ഈ ലക്കം ഇസ്ലാഹ് വാങ്ങിക്കോ. ഇവരുണ്ടാക്കിയ കാണാ കാഴ്ചകളിലെ കള്ളത്തരങ്ങൾ ഓരോ പേജുകളിലൂടെ അക്കമിട്ട് ഫോട്ടോ സഹിതം കൊടുത്തുകൊണ്ട് നിരത്തിയിരിക്കുന്നു. ഈ കള്ളത്തരം പ്രചരിപ്പിക്കുന്ന ജൂത ഏജന്റുമാരെ തിരിച്ചറിഞ്ഞോ മുസ്ലിമീങ്ങളെ? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ദീനിലേക്ക് മടങ്ങിക്കോ. എത്ര ജാറങ്ങളാണ് നിങ്ങൾ ഉണ്ടാക്കിയത്? എന്തേ നിങ്ങൾ ആ പുസ്തകത്തിന്റെ ആദ്യത്തെ എഡിഷനിൽ 15ാമത്തെ പേജിൽ നിങ്ങളൊരു ജാറം കൊടുത്തിരുന്നില്ലേ? പിന്നെ എന്തേ നിങ്ങൾ രണ്ടാമതൊരു എഡിഷൻ ഇറക്കിയപ്പോ 15ാമത്തെ ആ പേജിൽ ആ ജാറം കാണുന്നില്ലല്ലോ? മറുപടിയുണ്ടോ സഖാഫിമാരെ? 15ാമത്തെ പേജിൽ നിങ്ങൾ ആദ്യം ഇറക്കിയ പുസ്തകത്തിലെ 15ാം പേജിൽ ഒരു ലണ്ടനിലെ ഒരു മഖ്ബറയുടെ ചിത്രം കൊടുത്തിട്ടുണ്ടല്ലോ. എന്തേ അത് അടുത്ത ലക്കത്തിൽ നിങ്ങൾ ഇറക്കിയപ്പോ ആ പേജ് തന്നെ ഇളക്കി മാറ്റിയിട്ട് ആ സ്ഥാനത്ത് നിങ്ങൾ ആ ജാറം എന്തേ കൊടുക്കാത്തത്? ഇത്തരത്തിലുള്ള ഒരുപാട് കള്ളത്തരങ്ങൾ കൊണ്ട് നിങ്ങൾ ഈ വിശ്വാസികളെ പറ്റിക്കാമെന്നാണോ വിചാരിക്കുന്നത്? ഇസ്ലാഹ് മാസിക ഇവിടെ തുറന്നുവിട്ട ഏറ്റവും വലിയ വിപ്ലവത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോ കാണാ കാഴ്ചകൾ എന്ന പേരിൽ കള്ളജാറങ്ങളുടെ ഫോട്ടോ ഉണ്ടാക്കിയിട്ട് ഈ ഉമ്മത്തിനെ പറ്റിക്കാൻ വേണ്ടി നിങ്ങൾ ഏതെങ്കിലും സഖ്യകക്ഷികളിൽ നിന്ന് പണം വാങ്ങി അച്ചാരം വാങ്ങിയിട്ടാണ് പുറപ്പെട്ടിട്ടുള്ളതെങ്കിൽ നിങ്ങളെ കൊണ്ടതിന് സാധ്യമല്ല. ഒരൊറ്റ മുജാഹിദും ഇവിടെ ജീവിച്ചിരിക്കുമ്പോ നിങ്ങളെ കൊണ്ടതിന് പറ്റില്ല. ഏതൊരു മുജാഹിദിന്റെയും അവസാന ശ്വാസം നിലച്ചിട്ടല്ലാതെ, അവസാനത്തെ മുജാഹിദിന്റെ അവസാന ശ്വാസവും നിലച്ചിട്ടല്ലാതെ നിങ്ങളെ കൊണ്ടിനി ഈ കള്ളത്തരം പ്രചരിപ്പിക്കാൻ സമ്മതിക്കില്ല എന്ന് ഈ ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. എവിടെ പോയി നിങ്ങളുടെ ജാറമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മറുപടി ഇല്ല. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ആ സർവ കള്ളത്തരങ്ങളെയും ഈ കേരളത്തിലുള്ള അനുവാചകരുടെ വായനക്കാരുടെ മനസ്സുകളിലേക്ക് അത് കൃത്യമായി തന്നെ പുറത്തു കൊണ്ടുവന്നു ഇസ്ലാഹ് മാസിക. നിങ്ങൾക്കറിയാമല്ലോ, അതിൻ്റെ ഓരോ പൊള്ളത്തരങ്ങളും മക്കമിട്ടുകൊണ്ട് വിശദീകരിച്ചു. മറുപടി ഉണ്ടായോ? മറുപടി ഉണ്ടായില്ലല്ലോ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. എൻ്റെ സഹോദരന്മാരോട് ഞാൻ സാന്ദർഭികമായി പറയട്ടെ,